നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. വോട്ടുകൾ വ്യാപകമായി ചോർന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻ.ഡി.എ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഐസക് വർഗീസ് ബി.ജെ.പി. കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. മണ്ണാർക്കാട്ടെ ബി.ജെ.പി. നേതൃത്വം തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിട്ടില്ലെന്നും ബി.ജെ.പി. ഭരിക്കുന്ന പുതൂർ പഞ്ചായത്തിൽ പോലും വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ഈ നിസ്സഹകരണവും മണ്ണാർക്കാട് മണ്ഡലത്തിലെ വോട്ട് കച്ചവടവുമാണെന്നുമാണ് ഐസക് വർഗീസിന്റെ പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏകോപനമുണ്ടായില്ലെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ പ്രവർത്തകർ പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ അട്ടപ്പാടിക്ക് താഴെ 11,500 വോട്ടും അട്ടപ്പാടിയിൽ 9,500 വോട്ടും ലഭിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള N.T. രമേശിന് നൽകിയ കണക്ക്. ഈ കണക്കിന്റെ പകുതി പോലും പിടിക്കാനായില്ലെന്നതാണ് വസ്തുത. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ N.D.A സ്ഥാനാർത്ഥി K. കൃഷ്ണകുമാറിന് 22,715 വോട്ടാണ് ലഭിച്ചത്. തനിക്ക് ലഭിച്ച 10,671 വോട്ടിൽ 7,000 വോട്ടും വ്യക്തിപരമായുള്ളതും ക്രിസ്ത്യൻ വോട്ടുകളുമാണ്. 3,000 ബി.ജെ.പി. വോട്ട് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ 11,000-ന്റെയും 2021 നിയമസഭാ കണക്ക് നോക്കിയാൽ 7,000 വോട്ടിന്റെയും ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഇക്കാര്യം പരിശോധിക്കണം. ബി.ജെ.പി. ഭരിക്കുന്ന പുതൂർ പഞ്ചായത്തിൽ 1,266 വോട്ട് മാത്രമാണ് N.D.A സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പുതൂരിലെ മിക്ക ബൂത്തുകളിലും UDF സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. അഗളി പഞ്ചായത്തിലെ ബി.ജെ.പി. ജയിച്ച കാവുണ്ടിക്കല്ല്, പരപ്പൻതറ വാർഡുകളിലെ ബൂത്തുകളിലും N.D.A സ്ഥാനാർത്ഥി പിന്നിലാണ്. ബി.ജെ.പിയുടെ ബൂത്ത് ഏജന്റുമാർ ഇരുന്ന ചില ബൂത്തുകളിൽ പോലും വോട്ട് നില 0-മാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ബി.ജെ.പി. നൽകിയ ഫണ്ട് വേണ്ടവിധം ബൂത്തുകളിൽ എത്തിച്ചില്ല. ബൂത്തുകളിൽ 5,000 രൂപ വീതം നൽകാൻ പാർട്ടി നൽകിയ തുക പലയിടത്തും നൽകിയില്ല. ചിലയിടങ്ങളിൽ പാർട്ടി നിർദ്ദേശിച്ചതിലും കുറവ് തുകയാണ് നൽകിയത്. ഇതെല്ലാം പ്രവർത്തനത്തെ ബാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏകോപനമുണ്ടായിരുന്നില്ല. സ്വന്തം PR ടീമിനെ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. ചില നേതാക്കൾ UDF-ഉമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവ് സഹിതം പരാതി നൽകിയെന്നും ഐസക് പറഞ്ഞു. P.K. ശശി ഫാക്ടറിലൂടെ 5,000 വോട്ടും സേവ് CPI 1,500 വോട്ടും ഉൾപ്പെടെ 15,000 വോട്ടാണ് N. ഷംസുദ്ദീന് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഭൂരിപക്ഷം 25,000-ലെത്തിച്ചത് ബി.ജെ.പി. വോട്ടുകളാണെന്നും നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കാത്തതും പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും വോട്ട് ചോർച്ചയും ചർച്ചയായതാണ് അറിയുന്നത്. ബി.ജെ.പി. വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്ന് ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി B. മനോജ് അറിയിച്ചു. ഇതിനു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ N.D.A സ്ഥാനാർത്ഥി ലഭിച്ച വോട്ടുകളും ഐസക് വർഗീസിന് ലഭിച്ച വോട്ടും പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകുമെന്നും മനോജ് അറിയിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.